ഇന്ന് ഡിജിറ്റൽ ലോകം ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് നമ്മുടെ വീടുകളുടെ പ്രധാന അതിഥിയായിരുന്നു ടെലിവിഷനെങ്കിൽ ഇന്ന് അത് മാറി ഹൈസ്പീഡ് ഇൻ്റർനെറ്റും OTTയും നമ്മളെ വീടുകളിലെ നിത്യ ഉപയോഗമായി മാറിക്കഴിഞ്ഞു. ഈ അനന്ത സാധ്യതകളെക്കുറിച്ചും ഈ ബിസിനസ്സിൻ്റെ ഉപഭോക്താക്കൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും ഇന്ന് നേരിടുന്ന ബ്രോഡ്ബാൻഡ് കേബിൾ രംഗത്ത് നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും നമ്മളോടൊപ്പം ഇന്ന് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് ആൻഡ് കേബിളിൻ്റെ വൈസ് പ്രസിഡൻ്റായ ശ്രീ അജി ജോർജ് സാറാണ്. അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ ഈ ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു സർ, ഇന്ന് ഓരോ കുടുംബത്തിലും ഇൻ്റർനെറ്റിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ആ പ്രാധാന്യം ഓരോ ദിവസം കഴിയും തോറും വളരെ വേഗതയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് താങ്കളുടെ കാഴ്ചപ്പാട്? കേരളം പൊതുവെ അറിയപ്പെടുന്ന ഒരു വിപ്ലവങ്ങളുടെ നാടെന്നാണല്ലോ. അപ്പോൾ കേരളത്തിൽ നടന്നിട്ടുള്ള എനിക്ക് രാഷ്ട്രീയ വിപ്ലവങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ വിപ്ലവങ്ങളിൽ ഞാൻ ഓർത്തിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ഓർമ്മയിലുള്ളൊരു വിപ്ലവം എന്ന് പറയുന്നത് വീടുകളിൽ കരണ്ട് എത്തിയതാണ്. ഇപ്പോഴും എൻ്റെ വളരെ ചെറുപ്പകാലത്ത് എൻ്റെ തറവാട്ടിൽ ആദ്യത്തെ ബൾബ് കത്തുന്ന ഓർമ്മയുണ്ട്. പിന്നീട് കരണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എല്ലാ വീടിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറി. എന്നാൽ ഇന്ന് കാലം മാറിയപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയോളം, ഒരു പക്ഷേ ഇലക്ട്രിസിറ്റിയേക്കാൾ കൂടുതൽ ഒന്നോ രണ്ടോ ദിവസം വൈദ്യുതി ഇല്ലാതെ ജീവിക്കാൻ പുതിയ തലമുറയ്ക്ക് സാധിക്കും, പക്ഷേ 10 മിനിറ്റ് വൈഫൈ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം അത്രത്തോളം ഇൻഫ്ലുവൻസ് ഇൻ്റർനെറ്റിന് നമ്മളുടെ നിത്യജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്ന കഴിഞ്ഞൊരു 10 വർഷക്കാലം, ഏകദേശം 2016 ഇൻ്റർനെറ്റ് വിപ്ലവത്തിൻ്റെ നാന്ദി കുറിച്ചത്. അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് സ്മോൾ സ്ക്രീൻ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളിലാണ്. 2016 കേരളത്തിൽ 3.5 കോടിയോളം വരുന്ന ജനങ്ങൾ ഏകദേശം 4 കോടി മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എന്ന് പറയുമ്പോൾ 100%-ലധികം പെനട്രേഷൻ ആയിരുന്നു അന്ന് മൊബൈൽ ഫോണുകളിൽ. എന്നാൽ കേവലം 10% ഫോണുകളിൽ മാത്രമേ ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനെപ്പോഴും പറയാറുള്ള ഒരു കാര്യം, അന്ന് ആളുകൾ കൂടുതൽ ഫോൺ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു. എന്നാൽ പിന്നീട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആ 10% എന്നുള്ളത് ഉയർന്ന് ഏകദേശം 80% ആളുകളും മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സ്മോൾ സ്ക്രീനുകൾ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തു. ആ ഒരു 10 വർഷക്കാലം 2016 മുതൽ 2026 വരെയുള്ള ഒരു കാലമാണ് കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർനെറ്റ് വിപ്ലവത്തിൻ്റെ ഒരു 10 വർഷക്കാലം എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഉപയോഗിച്ചിരുന്ന ഫോണുകൾ ഇന്ന് കൂടുതലും ആളുകൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 ഘടകം അല്ലെങ്കിൽ 3 ഘടകമാണ് അതിനെ ബാധിച്ചിരുന്നത്. ഒന്ന്, ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റി. നമ്മളുടെ നെറ്റ്വർക്കുകളിൽ പല രീതിയിലുള്ള നെറ്റ്വർക്കുകൾ 2G, പിന്നീട് അത് 3G ആയി, പിന്നീട് 4G ആയി, 5G ആയി, ഇപ്പം 6Gയുടെ എക്സ്പെരിമെൻ്റ് നടക്കുന്നു. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റി ഒരു വലിയൊരു ഘടകമായിരുന്നു. അപ്പം പല കമ്പനികളും, സർക്കാർ കമ്പനി പ്ലസ് 3-4 വരുന്ന സ്വകാര്യ കമ്പനികൾ എല്ലാവരും ചേർന്നിട്ട് കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ കവറേജ് അല്ലെങ്കിൽ സിഗ്നൽ എന്ന് പറയുന്ന അതുവഴിയുള്ള ഇൻ്റർനെറ്റ്, ഫാസ്റ്റ് ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റി ആയിരുന്നു ഏറ്റവും വലിയൊരു ഫസ്റ്റ് ഇൻഫ്ലുവൻസിങ് ഫാക്ടർ. രണ്ടാമത്, ഈ ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ പോലും ഇതിനെ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന നമ്മളുടെ ഫോണുകൾ, ഡിവൈസ് ഇക്കോസിസ്റ്റം, ഹാൻഡ്സെറ്റിൻ്റെ ഒരു വലിയൊരു പരിവർത്തനം സാധാരണ ഫോണുകളിൽ നിന്നും സ്മാർട്ട് ഫോണുകളിലേക്കുള്ള പരിവർത്തനമായിരുന്നു രണ്ടാമത്തെ ഘടകം. ഈ 10 വർഷം കൊണ്ട് ഈ 10% സാധാരണ ഫോണുകൾ ഉപയോഗിച്ചിരുന്നവർ സ്മാർട്ട് ഫോണിലോട്ട് മാറി. മൂന്നാമത്, ഇത് രണ്ടും കൂടി ചേർന്ന് ഉപയോഗിക്കാവുന്ന, നമ്മൾ വളരെ പോപ്പുലറായിട്ട് അറിയപ്പെടുന്ന ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇപ്പം എല്ലാം ആപ്പിലോട്ട് ഒതുങ്ങി. പണ്ട് ഫോണുകൾ കോളിന് വേണ്ടി മാത്രം മാക്സിമം അല്ലെങ്കിൽ ടെക്സ്റ്റിംഗ്, പിന്നീട് MMS, അതിലെല്ലാം ഒതുങ്ങി നിന്നിരുന്ന ആ മൊബൈൽ ഫോണുകൾ പിന്നീട് എവറിത്തിങ് ഈസ് നൗ ബോയിൽ ഡൗൺ ടു മൊബൈൽ ഫോൺ. സോ നെറ്റ്വർക്കിൻ്റെ അവൈലബിലിറ്റി, രണ്ടാമത് സ്മാർട്ട് ഫോണുകൾ അല്ലെങ്കിൽ ഡിവൈസ് ഇക്കോസിസ്റ്റത്തിൻ്റെ മാറ്റം, മൂന്നാമത് നമ്മൾ ഇത് രണ്ടും വഴി ഉപയോഗിക്കാവുന്ന ആപ്ലിക്കേഷൻസ്. ഇപ്പോൾ എല്ലാത്തിനും ഒരു ആപ്ലിക്കേഷനുണ്ട്. ഭക്ഷണം ഓർഡർ ചെയ്യുന്നു, കാറുകൾ, ടാക്സി ഓൺലൈൻ ഓർഡർ ചെയ്യുന്നു, ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, ബാങ്കിങ് ചെയ്യുന്നു, എവറിത്തിങ് ഈസ് നൗ ഓൺ. ഈ 3 ഘടകങ്ങളാണ് ഇൻ്റർനെറ്റിൻ്റെ ഒരു വലിയൊരു വളർച്ചയുടെ ആദ്യ ഘട്ടം. ഇത് ആണ് കഴിഞ്ഞ കാലം. ഇപ്പം റെജി ചോദിച്ച ചോദ്യം, ഇൻ്റർനെറ്റ് വലിയൊരു ഇൻഫ്ലുവൻസിങ് ഫാക്ടറായിട്ട് മാറി എന്നുള്ളത്. ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഇനി വരാൻ പോകുന്ന മാറ്റം, ഇനിയത്തെ 10 വർഷം പോലും എടുക്കില്ല, അടുത്ത 3, 4, 5 വർഷ കാലഘട്ടത്തിൽ വരാൻ പോകുന്ന ഇതേ മാറ്റങ്ങൾ, നമ്മൾ അതിനെ കണക്റ്റഡ് ഫോൺസ്
ഇനി വരുന്ന കാലങ്ങളിൽ വി ആർ ഗോയിങ് ടു കണക്ട് ഹോംസ്, വീടുകൾ. ഈ കണക്ടിവിറ്റി ചെറിയ ഫോണിൽ അല്ലെങ്കിൽ 5.5 ഇഞ്ച് 6 ഇഞ്ച് സ്ക്രീനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ആ ഇൻ്റർനെറ്റിൻ്റെ വിപ്ലവം. ആ വിപ്ലവം വലിയ സ്ക്രീനുകളിലോട്ട് പടരാൻ പോവുകയാണ്. ഓക്കെ, അതായത് വീടുകളിലോട്ട്. ആ ഡിവൈസ് ഇക്കോസിസ്റ്റം ചേഞ്ച് എന്ന് പറയുന്നതാണ് നമ്മളുടെ ലാർജർ സ്ക്രീൻ എന്ന് പറയുന്നത് ടി വി. ഓക്കെ, വീടുകളിൽ ടി വി പ്ലസ് ഇത് ഞാൻ പറയുന്നത് എൻ്റർടൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻ്റർനെറ്റിൻ്റെ വിപ്ലവമാണ്. ഇതിനു പുറമെ വൈഫൈയിൽ പ്രവർത്തിക്കുന്ന മറ്റൊത്തിരി ഉപകരണങ്ങൾ, ഒരു വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും സ്മാർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ബൾബുകളാണെങ്കിലും സ്മാർട്ട് ബൾബുകൾ, സ്മാർട്ട് ടി വി, CCTV ക്യാമറ, വിദേശത്തിരുന്ന് ആക്സസ് ചെയ്യാവുന്ന ക്യാമറകൾ, IoT എന്ന് പറയുന്ന ഡിവൈസസ്, ഒത്തിരി IoT ഡിവൈസസ് വരുന്നുണ്ട്. സോ റെജി ചോദിച്ച ചോദ്യത്തിന് നീണ്ട ഒരു ഉത്തരമാണ് നൽകിയെങ്കിൽ പോലും കഴിഞ്ഞ 10 വർഷം എത്രത്തോളം മാറ്റം ജീവിതം, മലയാളികളുടെ ജീവിതം സ്മാർട്ടായി മാറിയോ അതിനേക്കാൾ ഉപരിയായിട്ട്, അതിലും സ്മാർട്ടായിട്ട് മലയാളികളുടെ വീടുകളിലെ ജീവിതം അല്ലെങ്കിൽ വീടുകൾ സ്മാർട്ടായിട്ട് മാറും. ഓക്കെ, അതിൻ്റെ ഏറ്റവും വലിയൊരു ഘടകമാണ് ഞാൻ പറഞ്ഞ 3 ഘടകങ്ങളിൽ ആദ്യത്തെ ഘടകമാണ് ഇൻ്റർനെറ്റ് സേവനദാതാക്കൾ. അതിന് ഈ വയേർഡ് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഘടകം വലിയ പ്രാധാന്യമുണ്ട്. കാരണം അതാണ് പ്രൈമറി ഘടകം. അപ്പം അതിൽ ആ ഇൻ്റർനെറ്റ് സേവന ദാതാവെന്ന നിലയിൽ ഏഷ്യാനെറ്റ് ഫൈബർ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ഓർഗനൈസേഷൻ കേരളത്തിൻ്റെ കഴിഞ്ഞ 33 വർഷ കാലയളവിലായിട്ട് കേരളത്തിൻ്റെ ആ ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ ഒരു മുന്നണി പോരാളിയായിട്ട് അന്നുമുണ്ട്, ഇന്നും തുടരുന്നും നാളെയും കേരളത്തിൻ്റെ ഇൻ്റർനെറ്റ് വിപ്ലവത്തിൻ്റെ മുന്നണി പോരാളിയായിട്ട് ഏഷ്യാനെറ്റ് ഉണ്ടാവും. സർ, അതുപോലെ ഈ കോവിഡ് സമയത്ത് ഇൻ്റർനെറ്റിന് ഒരുപാട് ആവശ്യകത കൂടി വന്നു. എല്ലാ വീടുകളിലും ഇൻ്റർനെറ്റ് എത്തി, ട്യൂഷൻസ്, ക്ലാസ് റൂം എല്ലാം എത്തി. അവിടെയെല്ലാം ഈ ഏഷ്യാനെറ്റ് പോലെയുള്ള സേവനദാതാക്കൾക്ക് വളരെ വലിയ വളർച്ച ഉണ്ടാവാൻ അത് സഹായമായില്ലേ? തീർച്ചയായിട്ടും. ഞാൻ ആ കഴിഞ്ഞ 10 വർഷം എന്ന് പറഞ്ഞപ്പോൾ 2016 മുതൽ 2026 വരെ എന്ന് പറഞ്ഞപ്പോൾ ആ കാലയളവിനുള്ളിൽ 2019 നമ്മൾ കോവിഡ്. ഓക്കെ, അന്ന് വരെ നമ്മൾ ഇൻ്റർനെറ്റിനെ പറ്റി പറഞ്ഞിരുന്നെങ്കിലും, പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞിരുന്നെങ്കിലും എല്ലാ ജനങ്ങളും അതിൻ്റെ ആ പ്രാധാന്യം ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞൊരു സമയമായിരുന്നു. കാരണം മലയാളികൾ അല്ലെങ്കിൽ ലോകം തന്നെ ആദ്യമായിട്ട് ഇതുവരെ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടില്ല പല കാര്യങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്തു. വീടുകളിൽ മുറിക്കുള്ളിൽ അടച്ചിരിക്കുക, ലോക്ക്ഡൗൺ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നമ്മൾ കേട്ടുപോലും ഇല്ല. ക്വാറന്റൈൻ എന്ന് പറയുന്ന വാക്കുകൾ നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കൈ കഴുകുക അല്ലെങ്കിൽ സാനിറ്റൈസ് ചെയ്യുക, ഇതെല്ലാം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അകൽച്ച പാലിക്കുക. അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിലോട്ട് പോയപ്പോൾ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ പുറം ലോകവുമായിട്ട് ബന്ധം കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഇൻ്റർനെറ്റിനുള്ള പ്രാധാന്യം അന്നാണ് ശരിക്കും. അതിനു മുൻപും പറയുമായിരുന്നു, വിദഗ്ധർ പറയുമായിരുന്നെങ്കിലും മലയാളികൾ അല്ലെങ്കിൽ ലോകം അനുഭവിച്ചറിഞ്ഞത് ഇൻ്റർനെറ്റാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റിയേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇൻ്റർനെറ്റിനുണ്ട് എന്ന് അനുഭവിച്ചറിഞ്ഞ അന്നാണ്. ഓൺലൈൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സിനിമകൾ കാണുക എന്നുള്ളതിനുപരി ഒരു വൈകാരികമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ദിവസം നമ്മൾ അടച്ചിരിക്കുന്നവർ തമ്മിൽ തന്നെ സംസാരിക്കുന്നില്ല ക്വാറന്റൈൻ ആണെങ്കിൽ. അപ്പം 1-2 ദിവസം പുറം ലോകവുമായിട്ട് ബന്ധം ഇല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഒറ്റപ്പെടുന്നു എന്നുള്ളൊരു വൈകാരിക ബന്ധം കൂടി ഇൻ്റർനെറ്റിനുണ്ട്. അത് തരണം ചെയ്തത് മലയാളികൾ അല്ലെങ്കിൽ ലോകം തരണം ചെയ്തത് വീഡിയോ കോളിലൂടെയും അവിടെയാണ് ഇപ്പോൾ ഇൻ്റർനെറ്റ്. അപ്പം തീർച്ചയായിട്ടും ആ 10 വർഷത്തിൽ ഒരു പ്രൂഫ് അല്ലെങ്കിൽ ഒരു എൻഡോഴ്സർ ഫോർ ഇൻ്റർനെറ്റ് ആയിട്ട് കോവിഡ് ഒരു മഹാമാരി നമ്മളെ ഉലച്ചു കളഞ്ഞെങ്കിൽ പോലും ആ ഒരു മഹാമാരി ഇൻ്റർനെറ്റിൻ്റെ ഒരു പ്രാധാന്യം ഒത്തിരിയേറെ ഊന്നിപ്പറഞ്ഞ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു കോവിഡിൻ്റെ സമയത്ത് ഇൻ്റർനെറ്റിനും ഈ സ്മാർട്ട് ഫോൺസ് അങ്ങനെയുള്ള ബിസിനസ്സുകൾക്ക് മാത്രമായിരുന്നു അതൊരു പോസിറ്റീവ് സൈഡ് വന്നത്. മാത്രമായിരുന്നു എന്ന് പറയുന്നില്ല, ഞാൻ വീണ്ടും അതിനെ, കാരണം നമ്മളൊരു അവസരത്തെ മുതലെടുക്കുക എന്ന് പറയുന്നില്ല. തീർച്ചയായിട്ടും ആവശ്യകത ആളുകൾ തിരിച്ചറിഞ്ഞു. അന്നും മുതൽ എനിക്ക് ഇൻ്റർനെറ്റ് വേണ്ട, ഇൻ്റർനെറ്റ് ഇല്ലാതെയും ജീവിക്കാമെന്ന് പറഞ്ഞ പല ആളുകളും എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടണം. കാരണം ആ കാലയളവിലൊക്കെ ഞങ്ങളൊക്കെ ക്വാറന്റൈനിൽ ഇരിക്കുമ്പോൾ പോലും സർക്കാർ സംവിധാനങ്ങൾ നമുക്ക് പ്രത്യേക പാസുകളും കാര്യങ്ങളൊക്കെ തന്ന് നമുക്ക് പുറത്തിറങ്ങാനും വീടുകളിൽ പോകാനായിട്ടും. അപ്പോൾ അന്നൊക്കെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നു എന്നുള്ളൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് എത്രയോ കോളുകൾ വന്നു.
ഇൻക്ലൂഡിങ് ജനപ്രതിനിധികൾ വിളിച്ചിട്ട് നിങ്ങൾ ഇവിടെ കണക്ടിവിറ്റി കൊടുക്കണം, ഇവിടെ കുടുംബം ഒറ്റപ്പെട്ടിരിക്കുന്നു. അപ്പം അന്ന് നമ്മൾ എല്ലാം ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെയും സ്പെഷ്യൽ ടീമിനെയൊക്കെ വെച്ച് സർക്കാർ സംവിധാനങ്ങളുടെ ഈവൻ പോലീസിൻ്റെയും കൂടെ സഹായത്തോടു കൂടി പല വീടുകളിലും ചെന്ന് അന്ന് വെയിറ്റിംഗ് ലിസ്റ്റായിരുന്നു ആളുകൾ. ഞാൻ പറഞ്ഞു വരുന്നത് മഹാമാരി എന്ന് പറഞ്ഞത് നമ്മളെ ഉലച്ച് കളഞ്ഞെങ്കിൽ പോലും ഇൻ്റർനെറ്റിൻ്റെ ആവശ്യകതയെ ഊന്നി പറഞ്ഞിട്ടുന്ന അല്ലെങ്കിൽ ഒരു വീണ്ടും ആവർത്തിച്ച ഒരു കാലഘട്ടമായിരുന്നു കോവിഡ്. ഞാൻ അതിനൊരിക്കലും അവസരം മുതലായിട്ടെടുക്കുന്നതല്ല. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞു നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഈ മാസ്ലോസ് ഹൈറാർക്കി എന്ന് പറയുന്നത്, നമ്മൾ വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം എന്ന് പറയുന്നത് പോലെ അതിലൊരു ഘടകമായിട്ട് ഇൻ്റർനെറ്റ് മാറി. അപ്പം തീർച്ചയായിട്ടും ഇൻ്റർനെറ്റ് ഇന്ന് ജനങ്ങളുടെ ഇൻ്റർനെറ്റ് ജീവിതത്തിൻ്റെ ഭാഗമാണ്, അവിഭാജ്യ ഘടകമാണ്, എസെൻഷ്യൽ സർവീസാണ്. സർ, ഇന്ന് ഏഷ്യാനെറ്റിൽ 100 Mbps പോലെയുള്ള വലിയ പ്ലാനുകളുണ്ട്. സർ, ഒരു കുടുംബത്തിന് എത്രത്തോളം പ്രാധാന്യമാണ് ഈ പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ആവശ്യകത? ഓക്കെ രജി, ഇതിൽ ഞാൻ മറ്റൊരു ഉദാഹരണത്തിലൂടെ പറയാം. നമ്മൾ ഏകദേശം ഒരു 10-15 വർഷം മുമ്പ് നമ്മളെ വീട്ടിലെ വൈദ്യുതി യൂണിറ്റുകളുടെ ഉപയോഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ് യൂണിറ്റ് ആയിരിക്കും, ഉദാഹരണത്തിന് 100 യൂണിറ്റ് ആയിരിക്കും. കാരണം അന്ന് നമുക്കുണ്ടായിരുന്നത് ഏതാനും ബൾബുകൾ, 1-2 ഫാന്. എന്നാൽ ഓരോ വർഷം കഴിയുന്തോറും റജിയുടെ വീട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 15 വർഷം കൊണ്ട് വൈദ്യുതിയുടെ യൂണിറ്റുകളുടെ ഉപഭോഗം കൂടി. കാരണം എന്താണ്? വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളുടെ എണ്ണം കൂടി. കറക്റ്റ്. നമ്മൾ ഫ്രിഡ്ജ് മേടിച്ചു, ഒരു ബെഡ്റൂമിൽ AC വെച്ചു, പിന്നീട് നമ്മളുടെ സ്മാർട്ട് TV വലുതാക്കി, ഒരു ക്യാമറ വെച്ചു, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് 2-3 LED ലൈറ്റ് വെച്ചു, ഗേറ്റിലൊരു ലൈറ്റ് വെച്ചു. സോ വൈദ്യുതിയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ കൺസംഷൻ, വൈദ്യുതിയുടെ ഉപഭോഗം അല്ലെങ്കിൽ യൂണിറ്റുകൾ കൂടി. ഇതേ തത്വമാണ് ഇൻ്റർനെറ്റിലും. ഓക്കെ, 15 വർഷം മുമ്പ് ഒരു വയേർഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഒരു 512 kbps, കാരണം ഒരു കണക്റ്റഡ് കമ്പ്യൂട്ടറിലേക്ക് ഇമെയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം പോകുന്ന ഒരു കോപ്പർ കണക്ടിവിറ്റി ആയിരുന്നു. ഒരു ഇമെയിൽ ചെക്ക് ചെയ്യണം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് വൈഫൈ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ എണ്ണം കൂടി. ഓക്കെ, അപ്പോൾ പല കമ്പനികളും ആ കുറഞ്ഞ Mbps സ്പീഡിൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എണ്ണം കൂടുന്നതിനനുസരിച്ച് ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ സ്പീഡിൻ്റെ എണ്ണം കൂട്ടണമെന്നുള്ളത് പലരും മനസ്സിലാക്കാൻ ഇന്നും വൈകുന്നു. പല കമ്പനികളും അത് മനഃപൂർവ്വമായിരിക്കില്ല, പക്ഷേ അവരുടെ ബാൻഡ് വിഡ്ത്ത് കപ്പാസിറ്റി കൊണ്ടായിരിക്കാം അത് പ്രൊമോട്ട് ചെയ്തിരുന്നില്ല. എന്നാൽ ഏഷ്യാനെറ്റ് ഇത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ ഏകദേശം ഒരു 1.5 വർഷക്കാലമായിട്ട് നമ്മളുടെ എല്ലാ പ്ലാനുകളും തുടങ്ങുന്നത് മിനിമം 100 Mbps ആണ്. കാരണം ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു മിനിമം 100 Mbps സ്പീഡ്. ഓക്കെ, ഇന്നും പല വീടുകളും തുടക്കം തന്നെ 500 Mbps അല്ലെങ്കിൽ 1 ഗിഗ് സ്പീഡിൽ പ്രവർത്തിക്കുന്ന വീടുകളുണ്ട്. കാരണം അത്രത്തോളം ഉപകരണങ്ങളുണ്ട്. അപ്പം സ്പീഡിൻ്റെ ഒരു ആവശ്യകത ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നു. പക്ഷേ ഇപ്പോഴും അത് ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ആണ്. ഓക്കെ, കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് വലിയൊരു ഘടകമാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഏഷ്യാനെറ്റ് 100 Mbps പ്ലാനുകൾ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അതിൽ താഴെയുള്ള പ്ലാനുകൾ കൊടുക്കുന്നില്ല. തുടക്കത്തിൽ പല ആളുകളും ചോദിച്ചു, എനിക്ക് 100 Mbpsൻ്റെ ആവശ്യകത ഇല്ല, എന്നാലും ഞാനിത് എടുക്കാമെന്ന് പറഞ്ഞ് ആ കസ്റ്റമേഴ്സ് എല്ലാം ഇപ്പോൾ തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട്, ശരിയാണ്, 100 Mbps ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ TV-യിൽ ബഫറിങ് ഇല്ലാതെ കാണാൻ പറ്റത്തില്ല. വീട്ടിൽ ഞാൻ CCTV ക്യാമറ വെച്ചു, ഫോണിൽ നോക്കുമ്പോൾ ബഫർ ഇല്ലാതെ കാണുന്നു. അപ്പം അതുകൊണ്ട് സ്പീഡ് ഒരു വലിയ ഘടകമാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ ഏകദേശം 2 വർഷം മുമ്പ് എല്ലാ പ്ലാനുകളും 100 Mbpsലോട്ട്. ഇന്നും നമ്മൾ ഒത്തിരി പ്രാധാന്യം നൽകുന്ന ഒരു ഘടകം അല്ലെങ്കിൽ ഒരു പ്രൈസ് അല്ലെങ്കിൽ ഒരു പുതിയ ഇൻ്റർനെറ്റ് പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഹൈ സ്പീഡ് അഫോർഡബിൾ റേറ്റിൽ എങ്ങനെ കൊടുക്കാം. നമുക്ക് ഡേറ്റ ഡിലൈറ്റ് എന്ന് പറയുന്നൊരു പ്ലാനുണ്ട്. ആ പ്ലാന് റേറ്റ് ഫിക്സ്ഡ് ആണ്. ഓക്കെ, 699 രൂപയേ ഉള്ളൂ. അതേ 699 രൂപയ്ക്ക് നമുക്ക് 100 Mbps എടുക്കാം, 150 Mbps എടുക്കാം, 300 Mbps എടുക്കാം. അത് നമ്മൾ എത്ര കാലയളവിലോട്ട് നമ്മൾ പീരീഡ് എടുക്കുന്നതിനനുസരിച്ച്. ഉദാഹരണത്തിന് ഒരു വർഷത്തിലേക്ക് 699 ചെയ്യുമ്പോൾ ഒരു വർഷത്തേക്കുള്ള കാലയളവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 300 Mbps എടുക്കാം. ഒത്തിരി ആളുകൾ അത് എടുത്ത പല ആളുകളും നമ്മളിലോട്ട് തിരിച്ചു വരികയും റെഫറൻസ് തന്നിട്ട് ഞാൻ അഡ്വാൻസ് ആയിട്ട് എടുത്തതിൻ്റെ ഫലം ഞാനിപ്പോൾ കാണുന്നു എന്ന രീതിയിൽ ഒത്തിരി ആളുകൾ നമ്മളിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. സർ, ഇന്ന് OTTയുടെ ഒരു കാലഘട്ടം കൂടെയാണ്. അവിടെ ഈ കേബിൾ TV-യുടെ പ്രാധാന്യം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് സർ? ഓക്കെ, കേബിൾ TV, OTT, ഓക്കെ, ഇതിൽ
രണ്ട് ഘടകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേബിൾ ടി വി അല്ലെങ്കിൽ ടി വി എന്ന് പറയുന്നത് മലയാളികളുടെ കുടുംബത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. ഒരു വ്യക്തിക്ക് മൊബൈൽ ഫോൺ എത്രത്തോളം പ്രാധാന്യമുണ്ട്. നമ്മൾ എന്ത് മറന്നാലും, പേഴ്സ് എടുക്കാൻ മറന്നാലും, ഓഫീസിൽ പോകുമ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് മറന്നാലും ഒന്നും പ്രശ്നമില്ല. പക്ഷേ ഫോൺ അത്രത്തോളം അവിഭാജ്യ ഘടകമാണ് കണക്ടിവിറ്റി, ഒരു മനുഷ്യനെ പുറം ലോകമായിട്ട് ബന്ധിപ്പിക്കുന്ന. അതേ പ്രാധാന്യമായിരുന്നു ടി വികൾക്ക് ഒരു കാലയളവ് വരെ. ഉദാഹരണത്തിന് വൈകുന്നേരങ്ങളിൽ സീരിയൽ സമയങ്ങളിൽ എല്ലാവരും ടി വിക്ക് മുമ്പിലായിരുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടി കാലം പുറകോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിത്രഹാർ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന ഒരു മലയാള സിനിമ കുടുംബം ഒരുമിച്ചിരുന്നു. അതിലും കുറച്ച് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമൂഹം ഒരുമിച്ചിരുന്ന് കണ്ട കാലമുണ്ടായിരുന്നു. ഞായറാഴ്ചകളിലൊക്കെ സിനിമയ്ക്ക് ഇങ്ങനെ ഒരുപോലെ ആളുകളുണ്ടായിരുന്നു. ഇപ്പം എൻ്റെയൊക്കെ വീട്ടിൽ ആദ്യമായിട്ട് ടി വി വന്നപ്പോൾ അടുത്തുള്ള വീടുകളിലൊക്കെ ആളുകൾ വരും. അപ്പം അതൊരു ആഘോഷമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്ന ടി വി വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പം അവിടെ രണ്ട് ഘടകമാണ് ആ ടി വിയിലുള്ള കാഴ്ചകൾ. ഒന്ന് ആ ടി വി, ഓക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പഴയ വലിയ മരപ്പെട്ടിയിൽ വന്നിരുന്ന ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും അത് മാറി ഉരുണ്ട ടി വി പരന്നതായി, പിന്നീട് LED ടി വി ആയി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി മാറി കളർ ടി വി ആയി, LCD ടി വി. ഇപ്പം ടി വി ഒത്തിരി അഡ്വാൻസ് ചെയ്ത് വന്നു. ഒന്ന് ആ ഡിവൈസ് കസ്റ്റമൈസ് ചെയ്യുന്ന ടി വി വരെ വന്നു. കലണ്ടർ ടി വി ഇപ്പം അടുത്ത കാലത്ത് വന്നിരുന്ന ഒരു കലണ്ടർ ടി വിയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് മടക്കി കലണ്ടർ പോലെ നമുക്ക് വാളിൽ ഇങ്ങനെ തൂക്കിയിട്ട് കാണാം. കണ്ടു കഴിയുമ്പം ഫോൾഡ് ചെയ്ത് നോക്കാം. അപ്പം ടി വിയുടെ മാറ്റങ്ങൾ. രണ്ടാമത് ആ ടി വിയിലോട്ട് വരുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്ന ഡിസ്ട്രിബ്യൂഷൻ. അവിടെയാണ് ഏഷ്യാനെറ്റ് കേരളത്തിൽ ആദ്യമായിട്ട് കേബിൾ ടി വി കണക്ഷനുകൾ കൊടുത്തു തുടങ്ങിയത്. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ചാനൽ നമ്മളുടെ കയ്യിലുണ്ട്, ചാനൽ കണ്ടൻറ്റുകളുണ്ട്. പക്ഷേ ഇത് വീടുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലേ ആ ചാനലിൽ ഒരു ബിസിനസ് മോഡലുള്ളൂ. കറക്റ്റ്. അപ്പോൾ എല്ലാം ഒരു ബിസിനസ് മോഡൽ വേണമല്ലോ. അപ്പം പ്രേക്ഷകർ ഉണ്ടെന്നുണ്ടെങ്കിലേ ഈ ബിസിനസ് മോഡലുള്ളൂ. അപ്പോൾ അന്നത്തെ നമ്മുടെ മാനേജ്മെൻറ്റ് ആലോചിച്ചപ്പോൾ നമുക്ക് കണ്ടെത്തിയിരുന്നൊരു സൊല്യൂഷനായിരുന്നു വീടുകളിലേക്ക് എങ്ങനെ ഈ കേബിൾ ടി വി കണക്ഷൻ എടുപ്പിക്കാം. അപ്പോൾ അന്ന് നമ്മളൊരു പുതിയൊരു ബിസിനസ് മോഡൽ അഡോപ്റ്റ് ചെയ്തു. അന്നത്തെ ഗവൺമെൻറ്റും ചീഫ് മിനിസ്റ്ററുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി പോളുകൾ വഴി നമുക്ക് കേബിൾ വലിച്ച് വീടുകളിലേക്ക് കണക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ 33 വർഷം മുമ്പ് തുടങ്ങിയതാണ്. മലയാളികളുടെ സ്വീകരണ മുറികളിലേക്ക് ആദ്യമായിട്ട് ചിത്രഹാർ, രാമായണം സിനിമകളെല്ലാം എത്തിച്ച ഒരു കമ്പനിയാണ്. ഇന്നും ഒത്തിരി. അതുകൊണ്ടാണ് ഈ ഏഷ്യാനെറ്റ് കേബിളിന് ഇന്നും ഇത്രയേറെ മലയാളികൾ നെഞ്ചിലേറ്റി പ്രിയതരമാക്കുന്നത്. അപ്പം അതിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കാലക്രമേണ ആ ടെക്നോളജിയിൽ മാറ്റം വന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കൊടുത്തിരുന്ന കേബിളുകൾ മാറി. പിന്നീട് DTH എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വന്നു. മുഴുവൻ കേബിൾ വലിക്കാതെ വീടിൻ്റെ മുകളിലൊരു ഡിഷ് വെച്ചിട്ട് അവിടെ നിന്ന് കേബിൾ വലിക്കുന്ന ടെക്നോളജി വന്നു. പക്ഷേ ആ ടെക്നോളജിയിലെല്ലാം അതൊരു ലീനിയർ ടി വി ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കാഴ്ചകൾ, ചാനലുകൾ വൺ സൈഡഡ് ആയിട്ട് പോകുന്നു. അത് നമ്മളിങ്ങനെ ഒരു ചാനൽ നമ്പർ വെച്ച് കൊടുത്തിട്ട് ആ ചാനലുകൾ 200, 300, 400 ചാനലുകൾ നമുക്ക് മാറ്റി കാണാം. പക്ഷേ എന്താണോ എപ്പോഴാണോ ആ ബ്രോഡ്കാസ്റ്റ് കാണിക്കുന്നത് അതേ കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് വൈകുന്നേരം 7:30 ചിത്രഹാർ എന്ന് പറയുന്ന പ്രോഗ്രാം 7:30 നമ്മൾ പോയിരുന്നു കാണണം. ലീനിയർ ടി വി, വൺ വേ കമ്മ്യൂണിക്കേഷനാണ്, ഒരു സൈഡിലോട്ട് കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻസ് ആണ്. പിന്നീട് ഞാൻ ഈ പറഞ്ഞ ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടിയാണ് ഈ ഒരു 2 വേ കണക്ടിവിറ്റി വന്നത്. അതായത് നമുക്ക് എന്ത് വേണമെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ സമയത്ത് എനിക്ക് മോഹൻലാലിൻ്റെ ഒരു പുതിയ സിനിമ കിരീടം എന്ന് പറയുന്ന സിനിമ കാണണമെങ്കിൽ എനിക്കത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് കാണാൻ പറ്റുന്ന ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻ. അപ്പം ആ ഒരു മാറ്റം കേബിൾ ടി വി, ലീനിയർ കേബിൾ ടി വിയിൽ നിന്നും ആ ഒരു മാറ്റത്തിലോട്ട് ഇപ്പം നമ്മൾ തുടങ്ങി. ഏകദേശം കേരളത്തിൽ അതിൻ്റെ ഒരു വലിയ ഘടകം ടി വികളുടെ മാറ്റമാണ്. സ്മാർട്ട് ടി വി വേണം, ഓക്കെ, ആൻഡ്രോയിഡ് ടി വികൾ വേണം, ഇൻ്റർനെറ്റിൽ വർക്ക് ചെയ്യുന്ന ടി വികൾ വേണം. എന്നാൽ മാത്രമേ നമുക്ക് 2 വേ കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ, നമുക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ മാറ്റം ഇപ്പം കേരളത്തിൽ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ 10 വർഷം മൊബൈൽ ഫോണുകളിൽ വന്ന മാറ്റം അടുത്ത ഒരു 5 വർഷം കൊണ്ടത് പൂർത്തീകരിക്കും. ഉദാഹരണത്തിന് ഇന്നും കേരളത്തിൽ കണക്കുകൾ അനുസരിച്ച് ഏകദേശം 30% വീടുകളിൽ മാത്രമേ സ്മാർട്ട് ടി വി എത്തിയിട്ടുള്ളൂ. പക്ഷേ എന്നാൽ ഇപ്പം ടി വികളുടെ പരസ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വേൾഡ് കപ്പ് കാലഘട്ടത്തിലും അതുപോലെ തന്നെ ഈ വരുന്ന ഓണം സീസണിലെല്ലാം ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് സ്മാർട്ട് ടി വികളാണ്. ഓക്കെ, 2-3 ലക്ഷം ടി വികളൊക്കെയാണ് ഓണ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ വിൽക്കുന്നത്. അപ്പം ആ ഒരു മാറ്റം അടുത്ത ഒരു 3-4 വർഷം കൊണ്ട് എല്ലാ വീടുകളിലും സ്മാർട്ട് ഫോണുകളിലേക്ക് എങ്ങനെ മലയാളികൾ അപ്ഗ്രേഡ് ചെയ്തു, അതേ അപ്ഗ്രേഡ് വീടുകളിൽ സാധാരണ ടി വിയിൽ നിന്നും സ്മാർട്ട് ടി വിയിലേക്കുള്ള ഒരു അപ്ഗ്രേഡ് നടക്കും. ആ അപ്ഗ്രേഡ് വന്നു കഴിഞ്ഞാൽ
ഞാൻ ആദ്യം പറഞ്ഞ 3 ഘടകങ്ങൾ, ഒന്ന് നമ്മളുടെ കണക്ടിവിറ്റി, 2 സ്മാർട്ട് ടി വികൾ അല്ലെങ്കിൽ ഡിവൈസ് ഇക്കോസിസ്റ്റം, 3 കണ്ടൻറ്റുകൾ. ഓക്കെ, അതായിരുന്നു മൊബൈൽ ഫോണിനെ ഇത്രത്തോളം പ്രിയതരമാക്കിയത്. ഇതേ മാറ്റം വീടുകളിൽ വരുന്നുണ്ട്. ഓക്കെ, ടി വികൾ മാറുന്നു, വീട്ടിൽ ഒരു ഹൈ സ്പീഡ് ഏഷ്യാനെറ്റ് കൊടുക്കുന്ന പോലെ ഒരു ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് വന്നു. മൂന്നാമതായിട്ട് ഇത് രണ്ടും വഴി ടി വിയിൽ എന്തൊക്കെ കാഴ്ചകൾ കാണാം, അവിടെയാണ് ഒ ടി ടിയുടെ പ്രാധാന്യം വരുന്നത്. ഒ ടി ടി എന്ന് പറയുന്നത് ഒരു 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 ഫോമാണ്. കണ്ടൻറ് ഇസ് ദ സെയിം, പക്ഷേ ഒരു ഫോമാണ്. പണ്ട് ലീനിയറായിട്ട് കാണിച്ചുകൊണ്ടിരുന്ന പല ബ്രോഡ്കാസ്റ്റേഴ്സും ഒ ടി ടി വഴി അതേ കണ്ടൻറ്റുകൾ കാണിക്കുന്നു. അതല്ലാതെ മറ്റ് കണ്ടൻറ്റുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് യൂട്യൂബ് എന്ന് പറയുന്നത് ഇസ് എ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഒരു പോഡ്കാസ്റ്റ് പോലുള്ള സംവിധാനം, ഇതെല്ലാം എത്രത്തോളം പ്രിയതരമായി, എത്രത്തോളം പോപ്പുലറായി എന്നുള്ളതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ലോകം മുഴുവനും എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ ഇന്നില്ലാത്ത കണ്ടൻറ്റുകളില്ല. യു ഗോ ആൻഡ് സെർച്ച് എനിത്തിങ്. അത് ഇതുപോലത്തെ പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂസ് മാത്രമല്ല ഉള്ളത്, എഡ്യൂക്കേഷൻ വീഡിയോസ്, എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ്, സ്പോർട്സ് വീഡിയോസ്, ഇൻഫർമേഷൻസ്, എവറിത്തിങ്, ന്യൂസ്, എവറിത്തിങ്. അപ്പം ഒ ടി ടി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഘടകമാണ്. നമ്മൾക്ക് മാറിക്കഴിയുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ലീനിയർ ടി വിയും ഒ ടി ടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ, ലീനിയർ ടി വിയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു സിനിമ കാണും എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഉച്ചയ്ക്ക് നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. അതേസമയം ഒ ടി ടി എന്ന് പറയുന്നത്, ഒ ടി ടിയിൽ എന്തുണ്ടോ നമുക്ക് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എന്നാൽ ഒരു സിനിമ കണ്ടു കളയാം എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുന്നു, നമ്മൾ ആ സിനിമ എടുക്കുന്നു, കാണുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു 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 എമേർജിങ് ടെക്നോളജിയാണ്. ഓക്കെ, അതുകൊണ്ട് 2 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരു പുതിയൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, മൊബൈൽ ഫോണുകളിലൊരു സെക്കൻഡറി ഫോൺ വന്നതുപോലെ, പലരും ഇപ്പം ഒന്നിലധികം സിം കാർഡുകൾ, ഒന്നിലധികം ഫോൺ ഉപയോഗിക്കുന്നത് പോലെ വീടുകളിൽ ഒന്നിലധികം ടി വികൾ വന്നു തുടങ്ങി. ഓക്കെ, ബെഡ്റൂമിലൊരു ടി വി, ഓക്കെ, ലിവിങ് റൂമിലൊരു ടി വി. അപ്പം ആ കൺസെപ്റ്റ് വന്നപ്പോൾ പല ആളുകളും കേബിൾ ടി വി അല്ലെങ്കിൽ പഴയ ടി വി ബെഡ്റൂമിലോട്ട് മാറ്റി അവിടെ കേബിൾ കാണുന്നു, ഇവിടെ ഇൻ്റർനെറ്റ് കാണുന്നു. അപ്പം കേബിളും ഇൻ്റർനെറ്റും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഘടകത്തിൽ ഒരു 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 അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ അതുകൊണ്ടാണ്, അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ഏകദേശം ഒരു 1.5 വർഷം മുൻപ് നമ്മൾ ബ്രോഡ്ബാൻഡിനൊപ്പം കേബിൾ ടി വി എന്ന് പറയുന്ന ഒരു ഡബിൾ ഡിലൈറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി നമ്മൾ കൊണ്ടുവന്നു. അതിൻ്റെ കൂടെ 100 Mbps പ്ലാനുകളാണ് എല്ലാം. അതിൻ്റെ കൂടെ കേബിൾ ടി വി 400ഓളം ചാനലുകൾ വരുന്ന കേബിൾ ടി വി സൗജന്യമായിട്ട് കൊടുക്കുന്നൊരു പദ്ധതി കൊണ്ടുവന്നു. അത് വളരെ ഹിറ്റായിരുന്നു. ഇന്നും ഒത്തിരി ആളുകൾ, അത് ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ തന്നെയാണ്. 2 വശങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും ഒരു ചില ആളുകളെങ്കിലും പൂർണ്ണമായിട്ടും ഒ ടി ടിയിലോട്ട് മാറുന്നു. എന്നാൽ ഇപ്പോഴും ഒരു തലമുറ, ഇപ്പോഴും കേബിൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഒരു തലമുറ ഇപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്ത് ഫുട്ബോൾ കാലത്തെല്ലാം നമ്മളത് കണ്ടു. ഒത്തിരി ആളുകൾ നമ്മളെടുത്ത് തിരിച്ചു വന്നു, കേബിൾ ടി വി വേണം അല്ലെങ്കിൽ റീആക്ടിവേറ്റ് ചെയ്യണമെന്ന് വരുന്ന ഒത്തിരി ആളുകളുണ്ട്. ടി വിയിൽ കളി കാണുന്ന വേറൊരു സുഖം തന്നെയാണ്. തീർച്ചയായിട്ടും. അവിടെയാണ് ഒരു പോയിന്റ്. ഇന്നും ഒ ടി ടിയുടെ ഒരു പ്രേക്ഷകരെന്ന് പറയുന്നത് 80-85% ആളുകളും ഒ ടി ടി കാണുന്നത് സാധാരണ മൊബൈൽ ഫോണുകളിലാണ്. അത് ഒരു മാറ്റം വരുന്നതിനനുസരിച്ചാണ് ഈ ഒ ടി ടിയുടെ പ്രാധാന്യം വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പുതിയൊരു സിനിമ, ഓക്കെ, അല്ലെങ്കിൽ വേൾഡ് കപ്പ് തന്നെ എടുക്കാം. വേൾഡ് കപ്പ് അർജൻറ്റീന ആൻഡ് സ്പെയിൻ ഫൈനൽ, റെജി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് 5 ഇഞ്ച് ഒരു സ്ക്രീനിൽ കാണുന്നതും ഒരു 40-45 ഇഞ്ച് സ്ക്രീനിൽ കാണുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. കറക്റ്റ്. അപ്പം എന്തുകൊണ്ടാണ് ആളുകൾ മൊബൈൽ ഫോണിൽ കണ്ടിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ സ്മാർട്ട് ടി വി ഇല്ല, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ല. അതേസമയം ഫോണിൽ ഉണ്ട്, ഓക്കെ, ഒ ടി ടി ഉണ്ട്, പ്ലസ് ഇതിൽ ഫോണുണ്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉണ്ട്, അത് അഫോർഡബിളുമാണ്. ഓക്കെ, അതുകൊണ്ടാണ് കണ്ടിരുന്നത്. അതൊരു കോംപ്രമൈസാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സൂപ്പർ താരങ്ങളുടെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒ ടി ടിയിൽ വരുന്നിട്ട് ഫോണിൽ കാണുന്നത്. അപ്പം അതൊരു കോംപ്രമൈസാണ്. പക്ഷേ ഇനിയുള്ള കാലങ്ങളിൽ ഇതെല്ലാം ഒ ടി ടിയുടെ ഉപയോഗം ടി വിയിലോട്ട്, ലാർജ് സ്ക്രീനിലോട്ട് മാറും. കുറച്ചൊരു അപ്പർ ക്ലാസ്, ഫിനാൻഷ്യലി അപ്പർ ക്ലാസ്, സാമ്പത്തികമായിട്ട് മുകളിലോട്ട് നിൽക്കുന്ന ആളുകളെല്ലാവരും ഇന്നിപ്പോൾ ഒരു വീട് പണിയുമ്പോൾ തന്നെ ഒരു ഹോം തിയേറ്റർ അല്ലെങ്കിൽ ഒരു LED വാൾ, അത് വീടിൻ്റെ പുതിയ വീടുകളുടെ ഡിസൈനായി. കാരണം
അത്രയും വലിയ സ്ക്രീനിൽ കാണണം. അതിന് കണക്ടിവിറ്റി വേണം, അതിന് ഇൻ്റർനെറ്റ് വേണം. അതുപോലെ അതൊരു കൂട്ടായ്മയോടെ ഒന്നിച്ചിരുന്ന് കാണുമ്പോൾ അതൊരു വേറൊരു സുഖം. തീർച്ചയായിട്ടും. അത് ഒത്തിരി കുടുംബങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പല റൂമുകളിൽ വിഭജിച്ചു പോയി. ഓക്കെ, അച്ഛൻ ഒരു സൈഡിലിരുന്നിട്ട് ന്യൂസ് കാണുന്നു, മകൻ ഒരു സൈഡിലിരുന്നിട്ട് ക്രിക്കറ്റ് കാണുന്നു, അമ്മ പാചകക്കുറിപ്പ് കാണുന്നു, എല്ലാവരും അവരവരുടെ ഫോണുകളിൽ. പക്ഷേ അതിൻ്റെ ഒരു റിയലൈസേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു സർവേ റിപ്പോർട്ടിൽ, റീസെൻ്റായിട്ട് കണ്ടിരിക്കുന്ന സർവേ റിപ്പോർട്ടുകളിൽ കുടുംബങ്ങൾ തിരിച്ച് ഒരുമിച്ച് അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 1.5 മണിക്കൂറെങ്കിലും ടി വിയുടെ മുമ്പിൽ ഒരുമിച്ച് കാണുന്നു എന്നൊരു ട്രെൻഡ് ഒരു പഠനത്തിൽ ഈ അടുത്തിടെയായിട്ട് കണ്ടിരുന്നു. അതൊരു ട്രെൻഡ്, നല്ല ട്രെൻഡാണ്, നല്ല കാര്യം. അപ്പം OTT എന്ന് പറയുന്നത് നമ്മളുടെ വളർച്ചയുടെ, ഇൻ്റർനെറ്റിൻ്റെ വളർച്ചയോടൊപ്പം കൂട്ടി വായിക്കേണ്ടുന്ന ഒന്നാണ്. അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് OTT. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഏഷ്യാനെറ്റ് OTT ബണ്ടിൽ, അതായത് നിങ്ങൾ ഇൻ്റർനെറ്റ് പ്ലാൻ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബണ്ടിലായിട്ട് എല്ലാ ലീഡിങ് OTTകളും ഫ്രീ എന്ന് പറയുന്ന വളരെ ലുക്രേറ്റീവ് ആയിട്ടുള്ളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലാനാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ ആ OTT പ്ലാനുകളെല്ലാം സ്റ്റാൻഡ് അലോൺ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം തുക കൊടുക്കേണ്ടി വരും. അതിനെല്ലാം നമ്മൾ കംപ്രസ് ചെയ്ത് അഗ്രിഗേറ്റ് ചെയ്ത് ഒറ്റ പ്ലാനായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. അത് നമ്മളുടെ ഇൻ്റർനെറ്റിന് പൈസ കൊടുക്കുമ്പോൾ, മാസവരി കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ സൗജന്യമായിട്ട് ഈ OTT പ്ലാനുകൾ കൊടുക്കുന്നു. വളരെ പോപ്പുലറായിട്ടുള്ള പ്ലാനാണ്. ഒത്തിരി കസ്റ്റമേഴ്സ് അത് ചോദിച്ചു വരുന്നുണ്ട്. സർ, ഇപ്പോൾ നിലവിലുള്ള ഏഷ്യാനെറ്റിൻ്റെ ഒരു ബ്രോഡ്ബാൻഡ് കസ്റ്റമറാണ്. അവർക്ക് ഈ OTT പുതിയ പ്ലാനിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? അതായത് അവരുടെ ഇരിക്കുന്ന പ്ലാനുകളിൽ OTT ഇല്ലാത്ത പഴയ പ്ലാനുകളാണ്. അതിൽ നിന്ന് ഈ പുതിയതിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മളുടെ പ്ലാനുകളെല്ലാം എന്ന് പറയുന്നത്, പണ്ട് നമ്മൾ കൊടുത്തിരുന്നത്, നമ്മളൊരു പ്ലാൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലാനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നായിരുന്നു. എന്നാൽ ഇന്നിപ്പം റീചാർജ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് ഓപ്ഷനിൽ നമ്മൾ ഓരോ തവണ റിന്യൂ ചെയ്യുമ്പോഴും നമ്മളുടെ പ്രീപെയ്ഡ് കാലാവധി കഴിഞ്ഞ് അടുത്ത റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാം OTT ഉള്ളത് വേണോ. OTT ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആ പ്ലാനുകളിലോട്ട് മാറ്റാം. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് നമുക്ക് OTT പ്ലാനുകളിലോട്ട് മാറാം. ആ ഒരു മാറ്റം ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് പണ്ട് 15 വർഷം മുമ്പ് എടുത്തിരുന്ന കസ്റ്റമേഴ്സ് 10 Mbps സ്പീഡിലൊക്കെ കണക്ഷൻ എടുത്തിരുന്ന പല കസ്റ്റമേഴ്സും പിന്നീട് അത് 50-ലോട്ടായി, ഇപ്പം 100 Mbps-ലോട്ടായി. സോ കസ്റ്റമേഴ്സിന് അതിനെല്ലാം ഓപ്ഷനുണ്ട്. OTT നമ്മളിപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തതുകൊണ്ട് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് OTT-യിലേക്ക് വരാൻ വേണ്ടി കസ്റ്റമേഴ്സിന് പ്രത്യേകിച്ച് വല്ല ഡിവൈസ് വാങ്ങണം അങ്ങനെയൊന്നുമില്ലല്ലോ. വേണ്ട. OTT എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. അതിൽ നമ്മൾ OTT എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് കൊടുക്കുന്ന ഒരു സർവീസ് അല്ല. ഓക്കെ, നമ്മളൊരു തേർഡ് പാർട്ടിയുമായിട്ടുള്ളൊരു എഗ്രിമെൻ്റാണ്. OTT അഗ്രിഗേറ്റർ ആയിട്ടുള്ള ഒരു സർവീസാണ്. നമുക്ക് അതിൻ്റെ കൂടെ അവരുടെ TV-യിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ, കൂടുതലും TV-യിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണോ മേടിക്കുന്നത്, TV-യിൽ, സ്മാർട്ട് TV-യിൽ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ലിങ്ക് അയച്ചു കൊടുക്കും. അവിടെ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമ്മളൊരു കസ്റ്റമറിന് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ലോഗിൻ കൊടുക്കും. കസ്റ്റമറിൻ്റെ മൊബൈൽ നമ്പർ വെച്ചിട്ടുള്ള ലോഗിൻ കൊടുക്കും. അതുവഴി ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ സൗജന്യ സർവീസും. അതിന് പ്രത്യേക ഡിവൈസുകളോ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ എക്സിസ്റ്റിംഗ് സ്മാർട്ട് TV-യിൽ തന്നെ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കാണാം.